ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈ ഒരു ചൂട് സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഐസ്ഡ് കോഫിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നേയായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഇതുണ്ടാക്കി എടുക്കാനായിട്ട് ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ചെറിയ ജാറ് വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടെ ചേർക്കാം. ബ്രൂവോ അല്ലെങ്കിൽ നെസ്കഫെ ഏത് വേണമെങ്കിലും എടുക്കാവുന്നേ ഉള്ളൂ. നിറച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് കറക്റ്റായിട്ടുള്ളൊരു മധുരമാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചിട്ടും എടുക്കാവുന്നേ ഉള്ളൂ. ഇനി എല്ലാം കൂടി നന്നായിട്ടങ്ങ് പൊടിച്ചെടുക്കാം. ഈ ഒരു പഞ്ചസാരയും കോഫി പൗഡറും കൂടെ നല്ലപോലെ പൊടിച്ചെടുക്കാം. ഈ രീതിയിൽ നല്ല പോലെ തന്നെ ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഐസ് ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കാം. 2 ക്യൂബ് ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ പൾസ് ചെയ്തിട്ടെടുക്കാം. പൾസ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെയാണ് കിട്ടുക. ഒത്തിരി നിർത്താതെ അടിച്ചെടുക്കരുത്. ഇനി ഇതുപോലെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് വീണ്ടും നല്ല പോലെ തന്നെ അടിച്ചെടുക്കാം. ഇതേ രീതിയിൽ എല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടെ നല്ല പോലെ തന്നെ ഒന്ന് അടിച്ചിട്ടെടുക്കാം. ഈ ഒരു രീതിയിൽ നല്ല പോലെ ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങളെ കയ്യിൽ ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബീറ്ററിൻ്റെ ഒരു ബ്ലേഡ് വെച്ചിട്ട് നല്ല പോലെ അടിച്ചെടുത്താൽ ഇതിനേക്കാളും നല്ല പോലെ ക്രീമി ആയിട്ട് കിട്ടും. ബീറ്ററില്ലാത്തവരെ ഇതുപോലെ മിക്സിൻ്റെ ജാറിൽ ചെയ്തെടുത്താലും മതിയാകും. എനിക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ളതാണ് വേണ്ടെന്നുണ്ടെങ്കിൽ കോഫി പൗഡറിൻ്റെ അളവ് കൂട്ടിയെടുത്താൽ മതിയാകും. ഈ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചോക്ലേറ്റ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റോ അല്ലെങ്കിൽ ഡയറി മിൽക്ക് വെച്ചിട്ടോ ഇതുപോലെ ഗ്ലാസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് 4 ക്യൂബ് ചേർത്തിട്ടുണ്ട്. മറ്റേ ഗ്ലാസ്സിലേക്കും ഇതേപോലെ തന്നെ ചെയ്തിട്ടെടുക്കുക. ഇനി നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ഒരു കോഫി മിക്സിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ ഒരു ഗ്ലാസ്സിലേക്കും ബാക്കിയുള്ള 3 ടേബിൾ സ്പൂൺ മറ്റേ ഗ്ലാസ്സിലേക്കും ചേർത്ത് കൊടുക്കാം. ഇത് നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു കോഫീൻ്റെ മിക്സ് കറക്റ്റായിട്ടുള്ള 2 ഗ്ലാസ്സിലേക്കുള്ളൊരു അളവാണ് ഉള്ളത്. അപ്പോൾ പകുതി ഒരു ഗ്ലാസ്സിലേക്കും ബാക്കി പകുതി മറ്റേ ഗ്ലാസ്സിലേക്കും ചേർത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് നല്ല തണുപ്പിച്ചെടുത്തുള്ള പാൽ വേണം ചേർക്കാനായിട്ട്. 2 കപ്പ് പാൽ വെച്ചിട്ട് ഇതുപോലത്തെ 2 ഗ്ലാസ് കോൾഡ് കോഫിയാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുക. പിന്നെ ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാകുള്ളൂ. ഇതുപോലെ 2 ഗ്ലാസും നിറച്ചിട്ട് പാൽ ചേർത്ത് കൊടുക്കുക. ഇനി മുകളിൽ കുറച്ച് ചെറുതായിട്ട് ചോക്ലേറ്റ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, എനിക്ക് ഇടയ്ക്ക് കുടിക്കുമ്പോൾ ഇതുപോലെ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്തെടുക്കുക. ഇനി ഐസ്ക്രീം വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. അപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇങ്ങനെ കുടിക്കാൻ തന്നെ അടിപൊളിയാണ്. അപ്പോൾ ഒരു ചൂട് സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോൾഡ് കോഫിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ആക്കി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.